അമേരിക്കയും ഇറാനും തമ്മിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിൽ അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനുമേൽ കടുത്ത സൈനിക ആക്രമണം അഴിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് തന്ത്രങ്ങൾ മാറ്റി സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും നയതന്ത്ര സമ്മർദ്ദങ്ങളിലേക്കും പിൻവാങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന് പിന്നാലെ ലോകവ്യാപാരത്തിന് ഏറ്റവും നിർണായകമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുതിയൊരു ഉപാധി കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഇറാൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് അമേരിക്കയ്ക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന വിചിത്രമായ ആവശ്യമാണ് ട്രംപ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ അമേരിക്കൻ ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്നും യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇതിന് മറുപടി എന്നോണം ട്രംപ് പുതിയ വാദവുമായി രംഗത്തെത്തിയത്. ഇറാൻ നഷ്ടപരിഹാരം ചോദിച്ച സ്ഥിതിക്ക് കഴിഞ്ഞ 50 വർഷമായി മേഖലയിലുണ്ടായ സംഘർഷങ്ങൾക്കും അമേരിക്കൻ സൈനികരുടെ മരണങ്ങൾക്കും ഇറാനാണ് നഷ്ടപരിഹാരം തരേണ്ടത് എന്നാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. യമൻ, സിറിയ, ലെബനൻ, ഗസ എന്നിവിടങ്ങളിലെ നാശനഷ്ടങ്ങൾക്കും ഇറാൻ ഉത്തരവാദിയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കേറ്റവും ബാർഗെയിനിങ് ടാക്ടിക്സ് അഥവാ ചർച്ചകളിൽ മേൽക്കൈ നേടാനുള്ള തന്ത്രവുമായാണ്. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ട്രംപിന്റെ പെട്ടെന്നുള്ള തന്ത്രപരമായ മാറ്റമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാനെതിരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുകയാണ്. ആക്രമണങ്ങൾക്ക് പകരം ഉപരോധങ്ങളും US നാവികസേനയുടെ ഉപരോധവും വഴി ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന നയത്തിലേക്കാണ് ട്രംപ് മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് സൈനിക ആക്രമണങ്ങളിൽ നിന്ന് സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് മാറിയത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, അമേരിക്കയിൽ വരാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷനുകൾ തന്നെ. നിലവിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഈ യുദ്ധത്തിന് വൻ എതിർപ്പാണ് നിലനിൽക്കുന്നത്. സർവേകൾ പ്രകാരം 35% ആളുകൾ മാത്രമാണ് ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നത്. യുദ്ധം നീണ്ടുപോവുകയും എണ്ണവില വർദ്ധിച്ച് അമേരിക്കയിൽ പെട്രോൾ വില ഉയർന്നാൽ അത് വോട്ടെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ട്രംപ് ഭയക്കുന്നു. രണ്ടാമതായി, US ആയുധ ശേഖരത്തിലുണ്ടായ കുറവാണ്. മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനിലെയും നീണ്ട യുദ്ധങ്ങൾ കാരണം വ്യോമ പ്രതിരോധ മിസൈലുകളുടെയും മറ്റ് നിർണായക ആയുധങ്ങളുടെയും ക്ഷാമം അമേരിക്ക നേരിടുന്നുണ്ടെന്ന് വാർത്തകൾ പുറത്തുവന്നിരുന്നു. അടിയന്തരമായി ആയുധ ഉൽപാദനം കൂട്ടാൻ പെന്റഗൺ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉടൻ ഒരു വലിയ സൈനിക നീക്കത്തിന് അമേരിക്കയ്ക്കും പരിമിതികളുണ്ട്. മൂന്നാമതായി, ഇറാൻ നിലവിൽ അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. അമേരിക്കൻ നാവികസേന ഖാർക്ക് ദ്വീപിൽ നിന്നുള്ള ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. വൻ പണപ്പെരുപ്പവും വരുമാനമില്ലായ്മയും കാരണം ഇറാൻ സാമ്പത്തികമായി പതറി നിൽക്കുകയാണ് എന്നും അതിനാൽ ആക്രമണം നടത്താതെ തന്നെ സാമ്പത്തിക ഉപരോധം വഴി ഇറാനെ വരുതിയിലാക്കാനാകുമെന്നുമാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രം വിജയിക്കുമോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധർക്ക് സംശയമുണ്ട്. കാരണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ഇറാന്റെ ഭരണകൂടം ജനകീയ സമ്മർദ്ദങ്ങൾക്ക് വേഗത്തിൽ വഴങ്ങുന്ന ഒന്നല്ല. കൂടാതെ ഗൾഫ് മേഖലയിലെ അയൽ രാജ്യങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണ ഭീഷണികൾ ഉയർത്തി അമേരിക്കയ്ക്ക് മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ ഇറാന് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, സൈനിക ശക്തി പ്രകടനങ്ങളിൽ നിന്ന് പിന്മാറി സാമ്പത്തികവും നയതന്ത്രപരവുമായ വടംവലിയിലേക്കാണ് US ഇറാൻ സംഘർഷം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പൽ ഗതാഗതം പൂർണ്ണമായി സാധാരണ നിലയിലാകാത്തതും ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളുടെ പുരോഗതിയായിരിക്കും ഈ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുക.